നെറ്റ്ഫ്ലിക്സിൽ കുരുക്ഷേത്ര എന്ന് പറഞ്ഞ പുതിയൊരു സീരീസ് വന്നിട്ടുണ്ട്. ഞാനിതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു ആനിമേറ്റഡ് സീരീസാണ്. ഇന്ത്യൻ ആനിമേറ്റഡ് സീരീസ് ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ ബ്ലാങ്കായി വളരെ ഒരു 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 ഇൻട്രസ്റ്റും ഇല്ലാതെയാണ് ഇത് കണ്ടത്. കിടിലൻ സാധനം. കിടിലൻ എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി. വേറെ ലെവൽ ഐറ്റം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിന്റെ മേക്കിങ്ങും, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും, അതിലെ സൗണ്ട് ഡബ്ബിങ്ങും, ഇതിന്റെ ആനിമേഷനും എല്ലാം പൊളി. ഇന്ത്യൻ ആനിമേഷൻ ആയതുകൊണ്ട് ഉണ്ടാവുന്ന കുറച്ച് പോരായ്മകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സീരീസിന്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടെങ്കിലും, ഇതിന്റെ മൊത്തത്തിൽ ആ ഒരു നറേഷനും ഇതിന്റെ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങും ഇതില് ഇതിന്റെ ആ ഒരു എലിവേഷൻ സാധനങ്ങളൊക്കെ ലെവല് ഈ കുരുക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു 18 ഡേയ്സ് അല്ലെങ്കിൽ ആ 18 ദിവസത്തെ യുദ്ധമാണ് പ്രധാനമായിട്ട് ഈ സീരീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. സോ ഇതിന്റെ നറേഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് ഇപ്പം മഹാഭാരത സീരീസുകൾ പോലെയോ സിനിമകൾ പോലെയോ ഒന്നും അല്ല. ഇതിന്റെ ആ ഒരു 18 ഡേയ്സ് ആണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ 18 ഡേയ്സ് തന്നെ പറഞ്ഞിട്ട് വേറെ സീരീസും ഉണ്ട് ഓൾറെഡി. ഐ തിങ്ക് ഒരു ഗ്രാഫിക് നോവലുണ്ട്. 18 ഡേയ്സ് തന്നെയാണ് അതിന്റെ പേരും. അതൊരു അമേരിക്കൻ ഓഥർ എന്തോ എഴുതിയിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇതൊരു ഇന്ത്യൻ സീരീസ് ആകുമ്പോൾ ഇന്ത്യൻ ആനിമേറ്റേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ള സാധനമാകുമ്പോൾ നമ്മുടെ ആ ഒരു ഒറിജിനൽ എസൻസ് ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഒറിജിനൽ കോർ അവർക്ക് അറിഞ്ഞിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. സോ ഈച്ച് ആൻഡ് എവരി വൺ അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സും തമ്മിലുള്ള അവർ തമ്മിലുള്ള റൈവലറിയും അവർ തമ്മിലുള്ള ഇഷ്യൂസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് ഈ സീരീസിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം ദിസ് ഈസ് നോട്ട് ബയസ്ഡ് ഓർ ഒരു വൺ സൈഡഡ് ആയിട്ടല്ല ഈ സീരീസ് ഉള്ളത്. ഇപ്പോൾ വേണമെങ്കിൽ ഒരു പാണ്ഡവരുടെ പക്ഷത്ത് മാത്രം വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കൗരവരുടെ പക്ഷത്ത് മാത്രം വേണമെങ്കിൽ പറയാം. ഇതങ്ങനെയല്ല. ഈക്വലി ബാലൻസ്ഡ് ആയിട്ട് രണ്ടും പ്രൊപ്പോർഷണൽ ആയിട്ട് കാണിച്ചു പോകുന്നുണ്ട്. എനിക്കത് ആ ഒരു ട്രീറ്റ്മെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അല്ലാതെ ഞാൻ കണ്ടിട്ടുള്ള ഇപ്പോൾ ഹോട്ട്‌സ്റ്റാറിലൊക്കെ ഉള്ള മഹാഭാരത സീരീസുകളൊക്കെ ബയസ്ഡ് ആണ്. നമ്മള് ഈ നെഗറ്റീവായിട്ട് പറയുന്ന അല്ലെങ്കിൽ കൗരവരെ ഫുൾ ഡാർക്ക് ഷെയ്ഡായിട്ട് കാണിച്ചിട്ടാണ് കൂടുതലായിട്ട് കാണിച്ചു പോവാ. എനിക്ക് വായിച്ചിട്ടുള്ള കുറേ പുസ്തകങ്ങളിലായിക്കോട്ടെ, കൗരവരെ നല്ല രീതിയിലും കാണിച്ചിട്ടുള്ള കുറേ ഇപ്പൊ ആനന്ദ് നീലകണ്ഠന്റെ കുറേ ബുക്കുകളിലൊക്കെ അതിന്റെ ആ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് കാണിച്ചു തരുന്നത്. സോ 2 പെർസ്പെക്റ്റീവും കിട്ടിയത് കൊണ്ട് 2 പേരുടെ പക്ഷത്തും പ്രശ്നങ്ങളുണ്ട്. 2 പേരുടെ പക്ഷത്തും ന്യായങ്ങളുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ സീരീസിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. സോ സ്റ്റോറി ടെല്ലിംഗ് നല്ല എൻഗേജിംഗ് ആയിട്ട് പോകുന്നുണ്ട്. ഓരോ ഇവന്റ് എത്തുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസവും വലിയ വലിയ കുറച്ച് രാജാക്കന്മാർ തമ്മിലും അല്ലെങ്കിൽ പാണ്ഡവരിലും കൗരവരിലുള്ള മെയിനായിട്ട് കുറേ റൈവൽസ് ഉണ്ട്. അവർ തമ്മിൽ കുറേ കാലമായിട്ട് തമ്മിലുള്ള ഇഷ്യൂസാണ്. അവരുടെ തമ്മിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂസിനെ അവർ ഫേസ് ചെയ്ത് അവരത് ഇല്ലാണ്ടാക്കുന്ന സമയത്ത് അതിനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സമയം കൊണ്ട് ഫ്ലാഷ് ബാക്കിലൂടെയും ബാക്കി വേറെ ക്യാരക്ടേഴ്സ് പറഞ്ഞിട്ടൊക്കെ നിന്ന് കാണിച്ചു പോകുന്നുണ്ട്. സോ ടോട്ടലി ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഒരു എപ്പിസോഡ് പോലും എവിടെ ലാഗ് ഇല്ലാതെ ബോറടിക്കാതെ ഭയങ്കര ത്രൂ ഔട്ട് എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു 18 എപ്പിസോഡുകളാണ് ഇതിനുള്ളത്. ആദ്യത്തെ ഐ തിങ്ക് ഒരു 8 എപ്പിസോഡുകൾ 8 9 9 എപ്പിസോഡുകൾ ആദ്യത്തെ ഒരാഴ്ചയും പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള 9 എപ്പിസോഡുകൾ ഇറങ്ങിയത്. എല്ലാം ലെവൽ സാധനം, ലെവൽ ആനിമേഷൻ, കിടിൽ വോയിസ് ഡബ്ബിംഗ് മലയാളത്തിലാണ് ഞാൻ കണ്ടത്. ലെവൽ പെടും. ലെവൽ ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ കിടിൽ. ഐ തിങ്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ മറ്റേ ഹോട്ട്‌സ്റ്റാറിലുള്ള നമ്മൾ ഏഷ്യാനെറ്റിലൊക്കെ കണ്ടിട്ടുള്ള മഹാഭാരതത്തിൽ ഡബ് ചെയ്ത ആൾക്കാർ തന്നെയാണ് ഇതിലും ഡബ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ശകുനി, ദെൻ അർജുനന്റെ ക്യാരക്ടർ, ഭീമന്റെ ക്യാരക്ടർ എല്ലാം തന്നെ അവരെന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ വിശ്വാസം. ശകുനി കൺഫേം ആണ്. ശകുനി കൺഫേം ആണ്. ആ സൗണ്ട് തന്നെ. അതാ ചങ്ങായി തന്നെ. ഇല്ല അങ്ങനെ ആ ഒരു മോഡുലേഷൻ ഉണ്ടല്ലോ. ആ ഒരു ക്യാരക്ടറിന് അങ്ങനേ നമുക്ക് കിട്ടും. ആ ഒരു ക്യാരക്ടറിന്റെ ആറ്റിറ്റ്യൂഡും അതല്ല ആ ഒരു ജസ്റ്റ് വോയിസ് ഓവർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുംന്ന് പറയില്ല. ആ ഒരു സെറ്റപ്പിലുള്ള നല്ല കിടിലനായിട്ടുള്ള ഡബ്ബും എല്ലാം കൂടി നിറഞ്ഞിട്ട് ഞാൻ പക്കാ ഫുൾഫിൽഡ് ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് കണ്ടൊരു സാധനം. ഇത് വേറെ ലെവൽ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള മറ്റ് ഇപ്പോ അർജുന എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഇതേപോലെ ആനിമേറ്റഡ് സീരീസ്. ഒരു ഇതേപോലുള്ള ഒരു ആനിമേറ്റഡ് മൂവിയാണ് മഹാഭാരതം ബേസ് ചെയ്തത്. പക്ഷേ അത് അർജുനന്റെ പെർസ്പെക്റ്റീവ് മാത്രം. പക്ഷേ ഇങ്ങനെ കുരുക്ഷേത്രം മാത്രം ബേസ് ചെയ്ത് ഞാൻ പേഴ്സണലി ഇങ്ങനൊരു സാധനം വരണം, ഇങ്ങനൊരു സാധനം എഴുതണം എന്നുള്ളതൊക്കെ ഞാനും പേഴ്സണലി ആഗ്രഹിച്ചിട്ടുള്ള സാധനമാണ്. കാരണം ഈ കുരുക്ഷേത്ര യുദ്ധത്തിന് മാത്രം അതിനെ ബേസ് ചെയ്ത് ഒരു സ്റ്റോറി ടെല്ലിംഗ് വീഡിയോ തന്നെ ചെയ്യണം എന്നൊക്കെ ഞാൻ പേഴ്സണലി വിചാരിച്ചതാണ്. കാരണം ആ ഒരു 18 ദിവസത്തെ യുദ്ധം മാത്രം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് ആ യുദ്ധത്തിനിടയിൽ കൂടെ ആ ഒരു ക്യാരക്ടേഴ്സും തമ്മിലുള്ള അല്ലെങ്കിൽ എന്താണ് അതിന് മെയിൻ ഇവന്റ്. ഇപ്പോൾ ഓരോ ദിവസവും ഓരോരോ വലിയ വലിയ കുറേ രാജാക്കന്മാർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് ഒരാളില്ലാണ്ടാവും. സോ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അവർ തമ്മിലുള്ള ഇഷ്യൂസ് എന്തായിരുന്നു? എങ്ങനെയാണ് ആ യുദ്ധതന്ത്രം മാത്രമല്ല അവരുടെ തമ്മിലുള്ള ബാക്ക് സ്റ്റോറീസ് എന്താണെന്ന് അതിനിടയിൽ കൂടെ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് പറഞ്ഞു പോകുമെന്ന് പറയില്ല. ആ രീതിയിലുള്ള സംഭവം. യുദ്ധം തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. കുരുക്ഷേത്ര യുദ്ധം തന്നെ. അത് നല്ല നീറ്റ് ആൻഡ് എപ്പിക് ആയിട്ട് അവർക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു പ്രൊപ്പോർഷനിൽ ഫുള്ളായിട്ട്. ചില ക്യാമറ ആംഗിൾസ് ഒക്കെ ഉണ്ട്. ഏഹ് ചെറിയ സാധനം തന്നെ ഒന്നുമില്ല സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് വെക്കാതെ ഇങ്ങനെ ചെരിച്ചിട്ടൊരു പരിപാടിയുണ്ട്. ഒരു ഒരു സ്ലൈഡ് ചെയ്തിട്ട് ഒരു ചെറിയതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്തിട്ട് അത് മൊത്തത്തിലുള്ള ആ ഒരു സീനിന്റെ തന്നെ എലിവേഷൻ തന്നെ മാറ്റുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുറേ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്.
ആസ് എ ഹോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, ഞാൻ നന്നായിട്ട് തറവായിട്ട് എൻജോയ് ചെയ്ത് കണ്ടൊരു ഷോ ആണ് നെറ്റ്ഫ്ലിക്സിൻ്റെ കുരുക്ഷേത്ര. മലയാളം ഡബ്ബും ഉണ്ട്. തീർച്ചയായിട്ടും മിസ്സാക്കാതെ കാണണ്ട. എന്നെ സംബന്ധിച്ച് ഒരു ഇറ്റ്സ് എ ഗ്രേറ്റ് ഷോ. ഈ വർഷം ഇറങ്ങിയ നല്ലൊരു ഷോ തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ആനിമേറ്റഡ് സീരീസ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആനിമേഷനിൽ ഇത്ര നല്ല സാധനങ്ങൾ നമ്മളധികം കാണാറില്ല. വല്ലപ്പോഴും മാത്രം ഇങ്ങനത്തെ കിട്ടാറുള്ളൂ. ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ നമ്മുടെ ആ ഒരു നരസിംഹ മൂവി ഉണ്ടായിരുന്നു, ഹംബാല പ്രൊഡക്ഷൻസ് ചെയ്ത. ഇതൊക്കെ കാണുന്ന സമയത്ത് ഐ തിങ്ക് അടുത്തൊരു 4, 5 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യൻ ആനിമേഷൻ ഈസ് ഗോയിങ് ടു ബി ദ ടോപ്പ് ഓഫ് ദി ലൈൻ എന്ന് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ഇപ്പൊ ഈ ചൈനീസ് മിത്തോളജി ഒക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പൊ നെച്ച കാണും, നെച്ച 2 ഒക്കെ വേൾഡ് വൈഡിൽ ഹൈയസ്റ്റ് ഗ്രോസറാണ്. ഹൈയസ്റ്റ് ഗ്രോസർ എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ പടം. ആലോചിച്ച് നോക്കുക, ഹോളിവുഡ് പടവും നല്ലൊരു ചൈനീസ് ആനിമേറ്റഡ് മൂവി. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ജപ്പാനിൽ നിന്നാണെങ്കിൽ നമ്മുടെ ഡീമോൺ സ്ലെയറിൻ്റെ ഇൻഫിനിറ്റി കാസിൽ ആർക്ക് അതിപ്പോൾ ഹൈയസ്റ്റ് ഗ്രോസിംഗ് ആയി. ആ രീതിക്ക് ഇപ്പോൾ ജപ്പാനിലും ചൈനയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ആനിമേറ്റഡ് സിനിമ പോലെ തന്നെ ഇന്ത്യൻ നമ്മുടെ സ്വന്തം കഥയാണ്. ഇപ്പോൾ ജപ്പാനിൽ വേണമെങ്കിൽ ആനിമീസ് ഉണ്ട്, അല്ലെങ്കിൽ മാങ്കാസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയാം. ചൈനയിലാണെങ്കിൽ ചൈനീസ് കുറേ മിത്തോളജി ഉണ്ട്. ചൈനീസ് മിത്തോളജീസിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു പീരീഡ് ബേസിലുള്ള സാധനങ്ങളാണ് കൂടുതൽ അവർ ചെയ്യാറ്. ഇതേപോലെ നമ്മുടെ ആനിമേഷൻ്റെ ലിമിറ്റേഷൻ കൊണ്ടും ലൈവ് ആക്ഷനിൽ ചെയ്യാൻ പറ്റാത്ത ലിമിറ്റേഷൻസ് ഒക്കെ കൊണ്ട് തന്നെ നമ്മൾ കുറേ സാധനം ഇങ്ങനെ സബ്സീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി പൊടി തട്ടിയെടുത്ത് അതൊക്കെ ഇനി പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നല്ല ആനിമേറ്റേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള സീരീസ് തന്നെ കാണിച്ചു തരുന്നുണ്ട്. സോ ഒരുപാട് നല്ല എപ്പിക് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. മഹാഭാരതം തന്നെ എടുത്താലും അതിനകത്ത് തന്നെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ രാമായണം എടുത്താൽ അതിനകത്ത് കുറേ ഉണ്ട്. സോ ഇതുപോലെ തന്നെ വലിയൊരു ഒരു ഒരു സ്റ്റോറി ലൈൻ ഓഫ് ചെയിൻ നമ്മുടെ കയ്യിലുണ്ട്. അത്ര ഫോക്ലോറുകളുണ്ട്. അത്രയും നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ലാൻഡാണ് നമ്മുടെ. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഒരുപാടുണ്ട്. സോ ഇത്തരത്തിലുള്ള നല്ല നല്ല കഥകളും കാര്യങ്ങളും നല്ല നല്ല പുറം ലോകം അറിയേണ്ട, അവർ ഞെട്ടിപ്പോകുന്ന കുറേ നല്ല രീതിയിലുള്ള കഥകളൊക്കെ തന്നെ ഈ രീതിയിൽ ആനിമേഷൻ രീതിയിലെങ്കിലും പുറത്തേക്ക് വരണം. അതൊരു നല്ല പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് നെറ്റ്ഫ്ലിക്സ് തന്നെ ഇപ്പോൾ ഈ കുരുക്ഷേത്രം എന്നുള്ള സീരീസ് കാണിച്ചു തന്നു. ഐ തിങ്ക് ഇത് നല്ല റീച്ച് കിട്ടും. നല്ല റീച്ച് കിട്ടണം. എല്ലാവരും കണ്ടു നോക്കുക. ഇതിനൊക്കെ എൻകറേജ് ചെയ്യുക. എന്നാലേ നമുക്ക് ഇത് ഇനിയും ഭാവിയിൽ ഇത്തരത്തിലുള്ള വലിയ വലിയ നല്ല സീരീസുകൾ, അത് ലൈവ് ആക്ഷൻ പറ്റാത്തതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആനിമേഷനിലെങ്കിലും നമുക്ക് കാണാൻ പറ്റുക. സോ ഡു വാച്ച്. നെറ്റ്ഫ്ലിക്സിലുണ്ട് ഐ തിങ്ക് 18 എപ്പിസോഡുകൾ. മലയാളം ഡബ്ബും തമിഴ് ഡബ്ബും എല്ലാം ഉണ്ട്. ഞാൻ മലയാളത്തിലാണ് കണ്ടത്. കിടിലൻ ഡബ്ബാണ്. മലയാളത്തിൽ തന്നെ കണ്ടു നോക്കുക. കണ്ടവരെന്തെങ്കിലും സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.